ബിസിനസ് ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും ഒരുപോലെയുള്ള ഡൗട്ടാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമാണോ അല്ലയോ എന്നുള്ളത്. നിങ്ങളുടേത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ആണോ എങ്കിൽ 20 lakhs or more ആനുവൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നതാണോ എങ്കിൽ 40 lakhs or more ആനുവൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഇനി ആനുവൽ റിട്ടേൺ 0 ആണെങ്കിലും എന്തായാലും GST രജിസ്റ്റർ ചെയ്യേണ്ട കുറച്ച് ടൈപ്പ് ഓഫ് ബിസിനസ് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഇ-കൊമേഴ്സ്, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ പ്ലാറ്റ്ഫോംസിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. സെക്കൻഡ് വൺ, ഓൺലൈൻ സർവീസ് പ്രൊവൈഡേഴ്സ്. പിന്നെ തേർഡ് വൺ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നവർ, അതായത് ഒരു സംസ്ഥാനത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ. ഫോർത്ത് വൺ, റിവേഴ്സ് ചാർജ് മെക്കാനിസം ബാധകമായിട്ടുള്ള ബിസിനസ്. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നോർമലി നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് സെല്ലറാണ്. പക്ഷെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ബാധകമായിട്ടുള്ള ബിസിനസ്സുകളിൽ അൾട്ടിമേറ്റ് റിസീവർ ആരാണോ അല്ലെങ്കിൽ കൺസ്യൂമർ ആരാണോ അവരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്ലീസ് കോൺടാക്ട് കോർവേ കോർപ്പറേറ്റ് സർവീസസ്.